പുതിയതായിട്ട് വീടുണ്ടാക്കാൻ പോകുന്നവർക്ക് മാതൃകയായിട്ടുള്ള ഒരു വീടുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ വീട്ടിൽ. നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പുതിയ വീടുകൾ എപ്പോഴും നല്ല ഓപ്പൺ ആയിട്ടാണ് കാണാറ്. പക്ഷെ എന്തില്ല, അവിടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിക്ക് ചെറിയൊരു പ്രശ്നം വരാറുണ്ട്. പക്ഷേ ഈ വീട്ടിൽ എന്താണ്, അതിനെല്ലാം സൊല്യൂഷൻ ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നേരിട്ട് കാണാം. അതിവിശാലമായിട്ടുള്ള ഒരു മുറ്റാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറും നമുക്ക് കാണാം. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഇവരുടെ വാൾ മൊത്തം ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പെർഫെക്റ്റ് ജിയോമെട്രിക് ഷേപ്പ് ആയിട്ടുള്ള ഒരു വീടാണ് നമുക്ക് ബാക്കിൽ കാണാൻ പറ്റുന്നത്. നമുക്ക് വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ കാണാം. വീടിൻ്റെ സിറ്റ് ഔട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6x4 കജാരിയയുടെ ക്രീമമാർഫിൽ നിന്ന ഡിസൈനും, അതുപോലെ തന്നെ അതിൻ്റെ ബോർഡർ ആയിട്ടും അതുപോലെ തന്നെ സ്റ്റെപ്പായിട്ടും കൊടുത്തുള്ളത് ടാൻ ബ്രൗൺ ലെപ്പോത്ര എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. നമുക്ക് സൈഡിലായിട്ട് തന്നെ ചെറിയൊരു ഗാർഡൻ ഏരിയ കാണാൻ പറ്റും. നമുക്ക് വീടിൻ്റെ അകത്ത് വിശേഷങ്ങളൊന്ന് കാണാം. ടീക്ക് വുഡ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൊരു ഡോറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാവ്, നമുക്ക് ഡോറ് കയറിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്, ഒരു ഷൂ റാക്കിന്റെ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ആശയമാണ്. പൊതുവേ നമ്മൾ ഷൂ റാക്കൊക്കെ വിസിബിൾ ആയിട്ട് വരുമ്പോൾ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയാണ്. പക്ഷെ ചില കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എന്തായിരിക്കും, ചെരുപ്പുകളൊക്കെ പുറത്തായിരിക്കും. അപ്പോൾ അതിന്റെ ഇന്റീരിയറിനെ മൊത്തത്തിൽ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, അതിനൊരു ഹിഡൻ സ്പോട്ട് എന്ന അത്യാവശ്യം നല്ല ഭംഗിയുള്ള ലെവലാണ് കൊടുത്തിട്ടുള്ളത്. തൊട്ടിപ്പുറത്തായിട്ട് തന്നെ നമുക്ക് ഡബിൾ ഹൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിവിംഗ് റൂം കാണാൻ പറ്റും. ഫുള്ളി കസ്റ്റമൈസബിൾ ആയിട്ടുള്ള സോഫയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡിൽ ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് വലിയൊരു ഷാൻഡലർ കൊടുത്ത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഫ്ലോറിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കജാരിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ക്രീമമാർഫിൽ എന്ന് പറഞ്ഞ ഡിസൈനാണ്. 6x4 സൈസിൽ വരുന്നത്. നമുക്കതിനകത്ത് തന്നെ ബ്ലാക്ക് കളറിൽ അപ്പോക്സി ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. പിന്നെ ഈ വീടിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷനാണിത്. എന്ത് നടുമുറ്റം, അതും എങ്ങനെ അപ്സ്റ്റെയർ ഫുള്ള് ഓപ്പൺ ആയിട്ട് അതിൻ്റെ മേലെ ടോപ്പിൽ സൺലൈറ്റ് വരാൻ ലെവലിൽ ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഈ വീടിനകത്ത് നാച്ചുറൽ ലൈറ്റ് നന്നായിട്ട് കയറുന്നതിൽ വലിയ റോള് വഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് തന്നെ നടുമുറ്റത്തിൻ്റെ ഫ്ലോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 4x2 സൈസിൽ വരുന്ന പസേറോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു മൊറോക്കൻ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ട്, അതായത് ഐവറി ബ്രൗണ് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ദെൻ മൊറോക്കൻ. ഇത് നല്ലൊരു ഫീല് ഈ ഒരു ഏരിയക്ക് നൽകുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. നടുമുറ്റത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് 8 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഡൈനിങ് ടേബിൾ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു ഓപ്പൺ സ്പേസ് പോലെ, എന്നാൽ ക്ലോസ്ഡും ആണ്. നമുക്ക് അങ്ങനെ ഒരു ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ സ്പേസിൻ്റെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ 4x2 മൊറോക്കൻ ഡിസൈനിൽ വരുന്നതാണ്. ഇത് പസേറോ എന്ന് പറഞ്ഞ ബ്രാൻഡിന് തന്നെയാണ്. നമ്മൾ നടുമുറ്റത്തിൽ യൂസ് ചെയ്തിട്ടുള്ള അതിൻ്റെ തന്നെ വേറൊരു പാറ്റേണിലാണ് വരുന്നത്. ഇതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കുന്നവർക്ക് കാറ്റും വെളിച്ചും കാര്യങ്ങളൊക്കെ എത്തും ചെയ്യും. എന്നാൽ മെറ്റൽ കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മെറ്റൽ ഗ്രില്ല് കൊടുത്തിട്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. നല്ല സ്ട്രെങ്ത് ഉള്ള മെറ്റലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സൈഡിലായിട്ട് തന്നെ നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു മിറർ ഉണ്ട്. ഇത് ടൈലാണ്, ഈ ഒരു ടെക്സ്ചർ വരുന്നത് പിക്ചർ ടൈലാണ്. അതുപോലെ തന്നെ ഒരു പാനലും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ബേസിൻ. അതുപോലെ തന്നെ ഈ ടേബിൾ ടോപ്പ് ഉപയോഗിച്ചിട്ടുള്ളത് ടൈലാണ്. ഫുൾ ബോഡി 4x2 സൈസ് വരുന്ന വിട്രിഫൈഡ് ടൈലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത് പലപ്പോഴും ഇപ്പോൾ നാനോ വൈറ്റ് അതുപോലെ തന്നെ കനം കൂടിയ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഇന്നോവേറ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്ക് കോസ്റ്റ് കുറയും ചെയ്യും. എന്നാൽ നമുക്ക് എന്ത് ചെയ്യും, ലുക്കിലൊരു യാതൊരുവിധ കോംപ്രമൈസ് വരുത്തും വേണ്ട. ബേസിൻ്റെ സൈഡിലായിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് TV യൂണിറ്റും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെയും ഇടയിലുള്ള ഒരു പാസേജാണ് കിച്ചണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു മിനി കിച്ചൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. തൊട്ടിപ്പുറത്ത് തന്നെ നമ്മുടെ ഫ്രിഡ്ജിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, ഒരു ഹിഡൻ സ്പോട്ടാണ്, എന്നാൽ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. മെയിൻ കിച്ചണിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 4x2 വിക്ടറി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഫ്ലോർ ടൈൽ നമുക്ക് കാണാൻ പറ്റും. സൈഡിൽ മാത്രം 4x2 അതേപോലെ തന്നെ പ്ലെയിൻ വൈറ്റ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പ് വരുന്നത് വിട്രിഫൈഡ് സ്ലാബാണ്.
കോട്ട ഗ്രീൻ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കോട്ട ഗ്രീന്, ഗ്രേ, അതേപോലെ തന്നെ വൈറ്റ്, ഇതിൻ്റെ കോമ്പിനേഷനാണ് നമുക്ക് വാളിൽ മൊത്തം കാണാൻ പറ്റുന്നത്. നല്ല സിമ്പിൾ, ചെറുത്, അതേപോലെ തന്നെ നല്ല ബ്യൂട്ടിയും, അങ്ങനെയാണ് ഈ കിച്ചൺ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. ഉള്ള നല്ല ഭംഗിയിൽ മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓരോ വീടുണ്ടാക്കുമ്പോഴും കിച്ചൺ എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നൊരു ഏരിയ. ഒരു വീടിൻ്റെ കിച്ചണിൻ്റെ അത്ര ആക്റ്റീവായിട്ടുള്ള ഒരു ഏരിയ നമുക്ക് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എന്താണ് കിച്ചൺ അത്രയും നല്ല ബ്യൂട്ടി ആൻഡ് യൂട്ടിലിറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അതുപോലെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഈ വീടിനകത്ത് കാണാൻ പറ്റും. ഈ ഏരിയയിൽ, അതായത് ഈ വീടിൻ്റെ ഈ നടുമുറ്റത്തിനെ ചുറ്റിയിട്ടാണ് ഈ വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഏത് പോർഷനിൽ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഈ വീടിൻ്റെ എൻ്റെ ഭാഗം കാണാൻ പറ്റും. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ എന്ത് നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ നമ്മളുടെ ഓപ്പൺ ഏരിയക്കുള്ള ഡോറുകളൊക്കെ ക്ലോസ്ഡ് ആണോ അല്ലേ എന്നുള്ളത് അറിയാൻ പറ്റും. അത് നല്ലൊരു ഐഡിയ ആണല്ലോ അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു നടുമുറ്റത്തിനെ ചുറ്റിയാണ് ഈ വീടിൻ്റെ മൊത്തത്തിൽ കൺസ്ട്രക്ഷൻ. അതായത് ഈ സൈഡിൽ ഡോറ്, ഇവിടെ ഇങ്ങനെ ലിവിങ് ഏരിയ, നേരെ അതിൻ്റെ ബാക്കിൽ ഡൈനിങ് ഏരിയ, ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ കോർട്ട്യാർഡ്, 2 സൈഡിലായിട്ട് റൂമുകൾ, അതേപോലെ തന്നെ ഇതിൻ്റെ വേറെ മോഡൽ നേരെ മുകളിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോർട്ട്യാർഡ് ഒന്ന് ചെക്ക് ചെയ്യാം. 2x2 വിക്ടറി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ക്ലാസിക് ഫ്രഞ്ച് എന്ന് പറഞ്ഞ ഡിസൈനാണ് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത്. ഒരു മൊറോക്കൻ പാറ്റേൺ ആണ്. പിന്നെ നമുക്കൊരു ഊഞ്ഞാല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ തൊട്ടു പിറകിലായിട്ട് ചെറിയ ഗാർഡനിങ്ങും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി റൂംസുകളൊക്കെ ഒന്ന് കാണാം. നമുക്ക് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഒന്ന് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. സിക്സ് ബൈ 4 ക്രീമ മാർഫിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിന് വേണ്ടിയിട്ട്. സൈഡിൽ ടെക്സ്ചർഡ് പെയിന്റ് ആയിട്ടുള്ള ഒരു വാള് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ വീട്ടിൽ എല്ലാ റൂമിനും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലത്തെ ഓപ്പൺ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്തുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എല്ലാം സേഫ് ആൻഡ് സെക്യൂർ ആക്കിയിട്ടുണ്ട്. ഈ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സുകൾ തൂക്കിയിടാൻ ഹുക്കുകൾ എവിടെയും കണ്ടില്ല. അപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു സ്പോട്ടിനെ പറ്റി പറഞ്ഞത്. നമ്മളുടെ ഡ്രസ്സിങ് മിററിൻ്റെ നേരെ ബാക്കിലായിട്ട് ഹുക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉപയോഗിച്ച ശേഷം ഇവിടെ ഉപയോഗിക്കാം. അതൊരു അതൊരു അഭംഗിയാണല്ലോ അല്ലേ. ഇത് എന്താണ്, ഇതത് മറയും ചെയ്യും. ഇവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് എന്തിന്, എയർ പാസേജിന് വേണ്ടിയിട്ട്. അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നി. കൊള്ളാം. അതാകുമ്പോൾ തീരെ അറിയില്ല, നമ്മൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നോർമൽ ഇതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, നോർമൽ ഡ്രസ്സിങ് ഏരിയ. ബട്ട് അതിൻ്റെ ബാക്കിൽ ഹുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാത്റൂം ഒന്ന് നോക്കാം. ഒരു RAK എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 4x2 സൈസിൽ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫുൾ ബോഡിയിൽ വരുന്ന കളർ കോമ്പിനേഷനാണ്. പക്ഷെ ഇത് ആക്ച്വലി GVT ആണ്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. നമുക്കൊരു വാൾ ഹാങ് കാണാൻ പറ്റും, അതുപോലെ തന്നെ ബേസിൻ കാണാൻ പറ്റും. സ്റ്റെയറിന്റെ തൊട്ട് സൈഡിലായിട്ടാണ് കിഡ്സ് റൂം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഉള്ളൊരു ബാക്കി റൂമുകളെ പോലെ തന്നെ സിമിലർ റൂമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് ഇത് കുട്ടികളാണ് ഇവിടെ ഉപയോഗിക്കാറ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ട്, ഒരു ഓപ്പൺ കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സിറ്റിംഗ് ഏരിയ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗ്രില്ല് യൂസ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് റൂമിൻ്റെ ബാത്റൂം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നല്ല വൈബ്രന്റ് കളറായിട്ടുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു അക്വാ ബ്ലൂ തന്നെ, നല്ല ഗ്ലോസി ആണ് ഈ ഒരു ഡിസൈൻ. അതേപോലെ തന്നെ HL ലൈറ്റ് ഡാർക്ക് ഒരു പാറ്റേൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഭംഗിയുള്ള ഒരു ടൈലാണ്. അലൈവ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഡൈനിങ് ഹാളിൻ്റെ സൈഡിലായിട്ട് തന്നെ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
വുഡനാണ്, നാച്ചുറൽ വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടഫ് ആൻഡ് ഗ്ലാസ് വിത്ത് വുഡൻ ബോർഡറുകൾ. അതിൻ്റെ നേരെ താഴെയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. പൊതുവെ ഇത് ഒരു വൃത്തിയില്ലാത്ത ഏരിയയിലാണ്, പക്ഷെ ഇവിടെ ഒരു ഗ്രാസ് ഒക്കെ ചെയ്ത് ചെറിയൊരു ചെടിയൊക്കെ വെച്ചിട്ട് നല്ല ഈ വീടിനോട് ചേരുന്ന ലെവലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി അപ്സ്റ്റെയർത്തെ വിശേഷങ്ങൾ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ വുഡൻ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള സ്റ്റെയർ ആണ് ഇത്. ഇതിൻ്റെ ബേസ് വരുന്നത് മെറ്റലാണ്. അതേപോലെ തന്നെ ടഫ് ആൻഡ് ആയിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. സെയിം വുഡിൻ്റെ ഒരു ഹാൻഡ് റെയിലും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പിൽ നമുക്ക് നല്ലൊരു ഭംഗിയുള്ള ഒരു ചാൻഡലർ കാണാൻ പറ്റും. അപ്സ്റ്റെയർ ഹാള് അതുപോലെ തന്നെ എന്താണ്, നടുമുറ്റത്തിൻ്റെ ചുറ്റുമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആ ഏരിയ എൻ്റെ ഏരിയ ഓപ്പൺ ആണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ വലിയ ചാൻഡലർ താഴത്തുനിന്ന് കാണാൻ പറ്റും. ഡൈനിങ് ഏരിയ അതുപോലെ തന്നെ ലിവിങ് ഏരിയ എല്ലാം കാണാൻ പറ്റും. ഇവിടെ സൈഡിലായിട്ട് ഒരു റീഡിങ് ഏരിയ അല്ലെങ്കിൽ സ്റ്റഡിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴെ നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാൻ പറ്റും. ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. നടുമുറ്റത്തിൻ്റെ നേരെ ടോപ്പിലായിട്ട് വരുന്ന സീലിംഗ് ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരാൻ അത് സഹായിക്കും. ഇപ്പം ഇതിനകത്ത് വെള്ളം ചാടാനുള്ള പ്രൊവിഷൻ ഉണ്ട്, പക്ഷെ ഇപ്പോൾ കൊടുത്തിട്ടില്ല. കാരണം ചെറിയ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് റിസ്ക് ആണെന്നുള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അതിനുള്ളത് അത് ഓപ്പൺ ആക്കി ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് വീടിനകത്ത് നിന്ന് തന്നെ മഴയൊക്കെ ആസ്വദിക്കാൻ പറ്റും. അപ്സ്റ്റെയർ ഹാളിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഒരു ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ മാത്രമുള്ള സ്പേസ് അത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് വീടിൻ്റെ മുകളിലുള്ള സമയത്ത് പുറത്ത് ആരെങ്കിലുമൊക്കെ വരികയാണെന്ന് നമുക്ക് ഇവിടുന്ന് വളരെ സിമ്പിളായിട്ട് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. ഈവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരെ പറ്റും. നമുക്ക് അപ്സ്റ്റെയർത്തെ റൂംസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ വീട്ടിൽ ഈ റൂമിലുള്ള അംഗങ്ങൾ അധികം ഇല്ല, അതുകൊണ്ട് യൂസ് ചെയ്യാത്ത റൂംസ് ആണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല ഫിനിഷ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഗസ്റ്റുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു ഫ്ലോർ, അതായത് ഈ വീടിന്റെ എൻ്റയർ ഫ്ലോർ ചെയ്തിട്ടുള്ളത് ക്രീമ മർഫിൽ എന്ന് പറഞ്ഞ ഡിസൈനാണ്, കജാരിയുടെ. നല്ലൊരു പ്രീമിയം ലെവലിൽ വരുന്നൊരു ഡിസൈനാണ്. നമുക്ക് ഇറ്റാലിയൻ മാർബിളിൻ്റെ ഒക്കെ കറക്റ്റ് പ്രപ്പോർഷനേറ്റ് ആയിട്ട് തോന്നും. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. അത്യാവശ്യം നല്ല ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ നല്ല കളക്ഷൻ എന്തുണ്ട്, ഇതുപോലത്തെ കളക്ഷന് നമ്മളുടെ സീറോക്കിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. ഗ്ലോസി ടൈല്, അതായത് സൊമാനി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ 4x2 സൈസിൽ വരുന്ന അക്വാ ബ്ലൂ എന്ന് പറഞ്ഞൊരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അതിന് മാച്ച് ആയിട്ടുള്ള ഗ്രേ, നല്ലൊരു ഫീല് തരുന്ന ഒരു ഡിസൈനാണ്. ഇവിടെ എല്ലാവരും എന്താണ് ആരയൊക്കെ കജാരിയ, വർമോറ ഉള്ള നല്ല നല്ല പ്രീമിയം പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ആ വീടിനൊരു നല്ലൊരു ഫീല് നൽകാൻ. അതായത് എന്തുകൊണ്ട് ആളുകൾ പലപ്പോഴും ബ്രാൻഡഡ് ടൈല് ഉപയോഗിക്കണം, അല്ലെങ്കിൽ എന്തിനുകൊണ്ട് ഞാൻ ഒരു ബ്രാൻഡ് ടൈല് യൂസ് ചെയ്യണം എന്നുള്ളത് പലപ്പോഴും പറയുന്നതാണ്. എല്ലാ ടൈലും ഒരുപോലെ തന്നെ അല്ലേ എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു ടച്ച് ആൻഡ് ഫീൽ പ്രൊഡക്റ്റാണ് എന്ത് ടൈല് എന്ന് പറയുന്നത്. നമുക്ക് കുറഞ്ഞ ഐറ്റം നല്ല ബ്രാൻഡഡ് ഐറ്റം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു നമുക്ക് ഷർട്ട് തന്നെ, നമുക്ക് പല ഷർട്ട് അല്ലെങ്കിൽ ഡ്രസ്സിൽ എന്തുണ്ടാവും, നല്ല പ്രീമിയം പ്രൊഡക്റ്റാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് മനസ്സിലാവും എന്ത് നല്ലൊരു ഫാബ്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടൈലേഴ്സ് ഉണ്ട്, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്ത് ഇത് നല്ല പ്രൊഡക്റ്റ് ആണോ ഇത് കുറഞ്ഞ പ്രൊഡക്റ്റ് ആണോ. അല്ലാതെ എന്തില്ല ബ്രാൻഡാണ് മറ്റു പ്രൊഡക്റ്റിൻ്റെ പോലെ എന്ത് ലേബൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ഫീൽ അങ്ങനെയാണ്. നല്ല പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താവും, അത് തരുന്ന ഫീൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ. ഒരു ഓപ്പൺ കോർട്ട്യാർഡ് താഴത്തേന് പാരലായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മുകളിലും കൊടുത്തിട്ടുണ്ട്. ക്രീമ മർഫിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രില്ലഡ് ആയിട്ടുള്ള ഒരു പോർഷൻ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് കുട്ടികളൊന്നും വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ലൊരു ഏരിയയാണ്. നമുക്ക് ഓപ്പൺ ആണ്, പുറത്തിരിക്കുന്ന പോലെയാണ്, എന്നാൽ എന്താണ് അകത്തുമാണ്.
അപ്സ്റ്റെയറിൽ ടോട്ടൽ 2 ബെഡ്റൂംസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ബെഡ്റൂം പാടെ ഒന്ന് ചെക്ക് ചെയ്യാം. വളരെ സിമിലർ ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല വെൽ ഫിനിഷ്ഡ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ വീടിനകത്ത് അധികം ആളുകളില്ല, എന്നാലും എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ റൂംസും വളരെ ഫിനിഷ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിന്റെ ബാത്റൂംസും പാടെ ഒന്ന് നോക്കി നോക്കാം. 4x2 സൈസിൽ വരുന്ന മെഗ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലോസിയാണ്. നമുക്ക് ക്ലീൻ ചെയ്യാൻ കാര്യങ്ങൾക്കൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം ഗ്രിപ്പുള്ള ഒരു ഫ്ലോറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ ലോണ്ടറി സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്സ്റ്റെയർ തന്നെയാണ്. ഒരു ഏരിയ അതിനായിട്ട് മാറ്റി വെച്ചേക്കാണ്. ഇതൊരു ഹിഡൻ പോലെയാണ് വെച്ചിട്ടുള്ളത്. യൂട്ടിലിറ്റി സ്പേസ് കൊള്ളാം. ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ ആ പാർട്ടി ഇല്ലാതെയാണല്ലോ നിങ്ങൾ ഈ വീട്, നിങ്ങൾ ഓഫ്കോഴ്സ് നിങ്ങളെ ഹസ്ബൻഡ് ബിൽഡർ ആണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അത് എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്യാൻ പറ്റി? എന്തൊക്കെ ചലഞ്ചസ് നിങ്ങൾ നേരിട്ടുണ്ടായിരുന്നു? ഞാനും ഈ സിവിൽ എഞ്ചിനീയറിംഗ് തന്നെ ഡിപ്ലോമ പഠിച്ചിരുന്നത്. അപ്പൊ നമുക്ക് കുറച്ചൊരു ഐഡിയാസ് ഒക്കെ ഉള്ളതുകൊണ്ടും നമ്മള് യൂട്യൂബില് റെഫറൻസ് കാര്യമായിട്ട് ഹോം ടൂർ അങ്ങനെയൊക്കെ നോക്കും. കാര്യമായിട്ട് നമ്മൾ ഐഡിയാസ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു വർക്കേഴ്സിനൊക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടുണ്ടായിരുന്നോ കൺസ്ട്രക്ഷൻ സമയത്ത്? ഡിസൈനിങ്ങില് വീണ്ടും ഉണ്ടാക്കിയത് വീണ്ടും വന്നപ്പോ അത്ര ഇഷ്ടപ്പെടാതിരിക്കുക, അങ്ങനത്തെ ബുദ്ധിമുട്ട്? ഇഷ്ടപ്പെടാത്ത അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഒരു വീട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വീട്ടമ്മമാരാന്ന് പറയുമല്ലോ. അപ്പോ നിങ്ങളെ പോലത്തുള്ള ആളുകളോട് എന്താണ്, മറ്റ് വീട്ടിലെ സ്ത്രീകളോട് എന്താണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്? ഈ വീടിന്റെ എന്താ പറയാ, ബ്രെയിൻ ബിഹൈൻഡ് ദിസ് ഹൗസ് എന്നുള്ളതിന്റെ ലെവലിൽ നോക്കുകയാണെങ്കിൽ അഡ്വൈസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഐഡിയ വേണം. അപ്പൊ നമ്മൾ എന്തെങ്ങനെ ചെയ്യണം, നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നുള്ളൊരു ഐഡിയ എന്തായാലും വേണം. അപ്പൊ നമുക്കുള്ള ഐഡിയ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. എന്താ പറയാ, അപ്പൊ നമ്മള് ക്ലീനിങ് ആയാലും മെയിൻ്റെനൻസ് അതൊക്കെ നമ്മള് ശ്രദ്ധിക്കണം. പഴയ കാര്യങ്ങളൊക്കെ നമ്മളിത് തുടക്കം മുതലേ നമ്മൾ മെയിൻ്റെനൻസിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? കാരണം അത് എല്ലാ പാർട്ടും നല്ല ഗ്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് മെയിൻ്റെനൻസ് വരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ടൈലുകൾ കംപ്ലീറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് സീറോക്കുന്നാണല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് പറയുമ്പോൾ ഫസ്റ്റ് പറയുന്നത് കസ്റ്റമർ സർവീസ് ആണ്. നമ്മൾ വന്നപ്പോ തന്നെ നമ്മൾ വേറെയും കുറെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു 2-3 സ്ഥലത്തൊക്കെ. പക്ഷെ ഏറ്റവും ബെസ്റ്റ് തോന്നിയത് സീറോക്ക് തന്നെയാണ്. കാരണം നമുക്ക് അറിയാത്തതും കൂടിയും അവരിങ്ങോട്ട് പറഞ്ഞു തരും. നമുക്ക് എന്താ പറയാ, ഡിസൈൻസ് ഒക്കെ കാണിച്ചു തരും. പിന്നെ നമുക്ക് എന്തുണ്ടെങ്കിലും ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി. കാരണം മെറ്റീരിയൽസ് ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ടൈൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പോലും വിളിച്ചു പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചു തരും. അതൊക്കെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങള് മറ്റൊരാൾക്ക് സീറോക്ക് സജസ്റ്റ് ചെയ്യും? ഓഫ്കോഴ്സ്, തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും. എന്താണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക? ഒരുപാട് എന്താ വെച്ചാൽ നമുക്ക് കളക്ഷൻസ് തന്നെ ഒരുപാടുണ്ട്. ഇപ്പൊ ഇല്ലെങ്കിലും അവരെത്തിച്ചു തരും. പിന്നെ നമുക്കൊരു ഐഡിയ ഇല്ലാത്ത ഒരാള് ചെന്നാൽ കൂടി അവർ നമുക്കിങ്ങനെ റെഫർ ചെയ്ത് തരും. ഓരോരോ എന്താ പറയാ, ഡിസൈൻ ആണെങ്കിലും ടൈലാണെങ്കിലും ഒക്കെ നമുക്ക് നിങ്ങളുടെ ഈ പ്രോസസ്സിൽ ഞങ്ങൾ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. താങ്ക് യു.